സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കായുള്ള സ്വർണ്ണക്കപ്പുമായി കാസർഗോഡ് നിന്ന് ഘോഷയാത്ര ആരംഭിച്ചു. 3-ാം തീയതി തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലും നഗര അതിർത്തിയിലും ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണം ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവ ഒരുക്കങ്ങൾ തിരുവനന്തപുരത്തെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് വിലയിരുത്തി. സിജു കണ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. സിജു കണ്ണൻ, കപ്പുമായി എവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അല്ലേ? ജിംഷാദ്, 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആവേശവും ആരവവും ഉയർത്തിക്കൊണ്ട് ഇന്ന് രാവിലെ 8:30 കാസർഗോഡ് നിന്ന് സപ്തഭാഷാ സംഗമ ഭൂമിയിൽ നിന്ന് സ്വർണ്ണക്കപ്പുമായുള്ള പ്രയാണം ആരംഭിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ജനപ്രതിനിധികളും എല്ലാം ഈ കപ്പിനെ യാത്രയാക്കാൻ എത്തി. കഴിഞ്ഞ തവണ ചാമ്പ്യന്മാർ കണ്ണൂർ ജില്ലയായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലാ ട്രഷറിയിലായിരുന്നു ഒരു വർഷമായി ഈ സ്വർണ്ണക്കപ്പ് സൂക്ഷിച്ചിരുന്നത്. 117.5 പവനുള്ള സ്വർണ്ണക്കപ്പാണ്. വലിയ സുരക്ഷയിലാണ് ഇന്ന് കാഞ്ഞങ്ങാട്ട് എത്തിച്ചത്. ആദ്യ ദിവസം കണ്ണൂർ, വയനാട് ജില്ലകൾ കടന്ന് കോഴിക്കോട് യാത്ര അവസാനിക്കും. പിന്നീട് മറ്റ് ജില്ലകളിലൂടെ കടന്നു പോകും. മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകൾ കടന്ന ജനുവരി 3 തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കും. തിരുവനന്തപുരം ജില്ലയിലാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.